നീലനിലവേ നിലവേ ഒഴുകുന്നു നീ എന്നെ ഊരെ ഓക്കെ, അപ്പൊ പത്തനാപുരം MLA ഗണേഷ് കുമാറിന്റെ മൺചിത്രത്താഴിലെ ഒരു സീനാണ്. പറഞ്ഞാണു എന്നോ എറിയ മെനഞ്ഞാന് രാത്രിയില് നാനമ്മയില് എന്നോട് വന്ന ഒന്ന് നോക്കിയാൽ ഓർമ്മയില്ല മോഹൻമോനെ അതിമോഹമാണ്. ചില മനുഷ്യരുണ്ട് ശാരീരികമായ ചില പരിമിതികളും അല്ലെങ്കിൽ അംഗപരിമിതികളും ഒക്കെ നേരിടുമ്പോഴും അവരുടെ കഴിവുകളെ ലോകത്തിന് മുന്നിലെത്തിക്കാൻ ആഗ്രഹിക്കുന്നവർ. അത്തരത്തിലൊരാളുടെ മുമ്പിലേക്കാണ് ഞാൻ വന്നിരിക്കുന്നത്. എൻ്റെ കൂടെയുള്ളത് മുഹമ്മദ് ഷാഫിയാണ്. പത്തനാപുരം കുന്നിക്കോട് സ്വദേശിയാണ്. സോഷ്യൽ മീഡിയയിലൊക്കെ അടുത്ത സമയത്ത് ഷാഫിയുടെ പാട്ടും ഡാൻസും ഒക്കെ തന്നെ വൈറലാണ്. പക്ഷേ ചെറിയൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഷാഫി ചില വാക്കുകൾ സംസാരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ വാക്കുകളിൽ അത് പലർക്കും മനസ്സിലാവാത്തൊരവസ്ഥയുണ്ട്. പക്ഷേ ഷാഫിയുടെ വാക്കുകൾ, ഷാഫിയുടെ മനസ്സിൽ നിന്ന് വരുന്ന ചില കാര്യങ്ങളൊക്കെ ഞങ്ങൾ പങ്കുവയ്ക്കുകയാണ്. ഷാഫിയാണ് ഇപ്പൊ എൻ്റെ കൂടെ ഉള്ളത്. ഷാഫി നമസ്കാരം. നമസ്കാരം. ഷാഫി ഇപ്പോ ഈ അടുത്ത സമയത്തായിട്ട് സിനിമയിലൊക്കെ കയറിയിട്ടുണ്ട്, ഒരു പുരസ്കാരം കിട്ടിയിട്ടുണ്ട്, ഒരുപാട് കാര്യങ്ങളുണ്ട് അല്ലേ? ഉണ്ട്. പക്ഷെ ഷാഫി ഒരുപാട് സങ്കടത്തോടെയായിരുന്നു കഴിഞ്ഞ ഒരു വർഷം മുമ്പ് സോഷ്യൽ മീഡിയയിൽ വന്നിരുന്നത്. അപ്പൊ സോഷ്യൽ മീഡിയയിൽ ആ സങ്കടത്തോടെ പങ്കുവച്ച കാര്യം എന്തായിരുന്നു ഷാഫിക്ക് ഉണ്ടായിരുന്ന ചില പരിമിതികൾ, പ്രശ്നങ്ങൾ? പിന്നെ അതുകൊണ്ട് നമ്മളെ മൈനിയില്ല. ഷാഫി പറയുന്നത് എന്താണെന്നറിയോ? ഷാഫിയെ ഒരുപാട് ആളുകൾ, ഷാഫിയുടെ സംസാരം നിങ്ങൾക്ക് ഇപ്പൊ മനസ്സിലായി കാണുമല്ലോ, ഒരുപാട് ആളുകൾ ഷാഫിയുടെ ഉമ്മയാണ് കൂടെ ഉള്ളത്, ഉമ്മയും കൂടെ നിന്നോട്ടെ. കാരണം ഒരുപാട് ആളുകൾ ഷാഫിയെ കളിയാക്കുന്നു, ഷാഫിയുടെ സംസാരത്തിനെ പറ്റി കുറ്റം പറയുന്നു. നാട്ടുകാരൊക്കെ തന്നെ ചിലരൊന്നും ഷാഫിനെ അങ്ങോട്ട് കൂട്ടുകൂടുന്നില്ല. അങ്ങനെയൊക്കെ ഷാഫിക്ക് ഒരുപാട് സങ്കടം ഉണ്ടായിരുന്നു. പക്ഷെ ആ സങ്കടത്തിനെല്ലാം അപ്പുറം, അതായത് ഈ ഒരു വർഷത്തിനിപ്പുറം ഷാഫി ഒരുപാട് സന്തോഷത്തിന്റെ നിറവിലാണ് നിൽക്കുന്നത് അല്ലേ? അപ്പൊ അതിന് ശരിക്കും പറഞ്ഞാൽ സോഷ്യൽ മീഡിയ ഒരു വലിയ രീതിയിലുള്ള ഒരു ഘടകമായി. നാട്ടുകാരൊക്കെ തന്നെ പലരും ഒരുപാട് മാറ്റി നിർത്തിയപ്പോഴും സോഷ്യൽ മീഡിയ ചേർത്ത് പിടിച്ചു അല്ലെ? ചേർത്ത് പിടിച്ചു. ആ ചേർത്ത് പിടിക്കലാണ് ഇന്നൊരു അംഗീകാരത്തിന്റെയും അല്ലെങ്കിൽ ഒരു സിനിമയിൽ വരെ ഷാഫി എത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. ഏതാണ് സിനിമ? ഒറ്റക്കൊമ്പനാണ്. സുരേഷ് ഗോപിയുടെ. ഓക്കെ, സുരേഷ് ഗോപിയുടെ സിനിമയിലാണ് കേട്ടോ. അപ്പൊ ഷൂട്ടൊക്കെ എവിടം വരെ ആയി? ഒരു മാസം ഉണ്ട്, ഈ മാസവും കൂടി ഉണ്ടല്ലേ? ഓക്കെ, അപ്പൊ ഓൾമോസ്റ്റ് ഷൂട്ടൊക്കെ കംപ്ലീറ്റ് ആയി. അപ്പൊ ഷാഫി ആ ഒരു സന്തോഷം കൂടെ പങ്കുവെക്കുകയാണ്. ഉമ്മയോട് നമുക്ക് ഇനി ചോദിക്കാം. ഉമ്മ, ഷാഫിയെ കുഞ്ഞുനാള് മുതലേ ഇങ്ങനെ ഒരു വൈകല്യം അപ്പോഴത്തേക്ക് എങ്ങനെയായിരുന്നു? അവന് സംസാരത്തില് കുഴപ്പമുണ്ടായിരുന്നു. പിന്നെ അത് നീന്തി കടന്ന് ഒരു വയസ്സ് വരെ നീന്തി കിടക്കുമായിരുന്നു. പിന്നെ അതിനുശേഷം എന്റെ ഉമ്മ കൊണ്ടുപോയി കൈയും കാലൊക്കെ പിന്നെ മസാജൊക്കെ ചെയ്ത് അവനെ നടത്തിച്ച് ഇരുത്തിച്ചൊക്കെ മേജറാക്കി. ഇനി എത്ര മേലാക്കി? എത്ര വയസ്സുണ്ട്? 32 വയസ്സ്. 32 വയസ്സുണ്ട്. ഈ 32 വയസ്സ് കല്യാണ പ്രായമാണ്. കണ്ടോണ്ടിരിക്കുന്ന പ്രേക്ഷകർക്ക് ആർക്ക് വേണമെങ്കിലും അവസരം ഉണ്ട്, അതുകൂടി പറഞ്ഞേക്കാം അല്ലേ? ഓക്കെ, അപ്പൊ കല്യാണ പ്രായം കൂടിയാണ് ഷാഫിക്ക്. അപ്പൊ ഷാഫി 32 വയസ്സിനിടയിൽ ഒരുപാട് സങ്കടത്തിലൂടെ കടന്നു വന്നിട്ടുണ്ടായിരുന്നു. ഷാഫിയുടെ വിഷമങ്ങൾ എന്തൊക്കെയായിരുന്നു ഇതല്ലാതെ? വിഷമം ഓരോരുത്തരും ഓരോന്ന് കളിയാക്കുകയും ചെയ്യും. ഇവൻ പൊട്ടനാണെന്നും ഇവന് എന്തുവാ മണ്ട കുത്തിയിട്ട് പൊട്ട് നടക്കുന്നെന്നും പിന്നെ ഇവൻ പറയുന്നൊന്നും ആർക്കും ഇഷ്ടപ്പെടത്തില്ല, മനസ്സിലാവത്തില്ല. പിന്നെ ഇവ എന്തുവാ ഇവ കാണിച്ചു കൂട്ടുന്നൊക്കെ ഇവനെ ഒരുപാട് ആൾക്കാർ കളിയാക്കുമായിരുന്നു. അപ്പോഴും ഉമ്മയാണ് ചേർത്ത്. പിന്നെ ഞാൻ പിന്നെ എല്ലാം സപ്പോർട്ട് ചെയ്ത് കൊണ്ടുവന്നു. പിന്നെ ഇങ്ങനെ ഒരു വിധത്തിൽ പിന്നെ മാനസികമായിട്ടുള്ള രീതിയിലൊക്കെ പിന്നെ അങ്ങ് അഹപ്പെട്ടു പോയായിരുന്നു. എനിക്ക് വലിയ സങ്കടമൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അങ്ങനെ ആയപ്പോ മരിക്കാനൊക്കെ പോയി. എനിക്ക് ജീവിച്ചിരിക്കണ്ട, എനിക്ക് മരിക്കണം, ഇങ്ങനെയുള്ള ആൾക്കാരുടെ മുമ്പിൽ എനിക്ക് പിന്നെ ജീവിച്ചിരിക്കേണ്ട. ഉമ്മ ഇല്ലാണ്ട് പറ്റൂല കേട്ടോ. നമ്മള് വിളിക്കുമ്പോഴെല്ലാം ഉമ്മ ഉള്ളപ്പോ വന്നാതി ഇതാ പറയുന്നേ. എന്നിട്ട് ഞാൻ പറഞ്ഞു, പിന്നെ നീ ഒരു കാരണവശാലും നീ ഇത്രയും വളർത്തി ഞാൻ കൊണ്ടുവന്ന് ഒരു കാരണവശാലും നീ മേപ്പോട്ട് ഉയർന്നു പോകണം, താഴോട്ട് ഉയരരുത്. പക്ഷെ എല്ലാരും മുമ്പിൽ നല്ല
അതെ. അവനെ ഒരു അതിപ്പോ നോക്കൂ, സ്റ്റാർ ആയിട്ട് അതിന് വരണം. സോഷ്യൽ മീഡിയ നിമിത്തമായി. അതുപോലെ തന്നെ നമുക്ക് നോക്കൂ, സിനിമ മാത്രമല്ല, ഈ ഒരു വർഷം എന്ന് പറഞ്ഞാൽ ഷാഫിയുടെ വർഷമാണ് അല്ലേ? ഓക്കെ. അപ്പൊ പ്രേം നസീർ പുരസ്കാരം അടക്കം ഒരു സിനിമയിലടക്കം ഒക്കെ തന്നെ ഷാഫി ഇങ്ങനെ ഇപ്പൊ നിറഞ്ഞു നിൽക്കുകയാണ്. നല്ല തിരക്കിലാണ് ഷാഫി. അതിനിടയിൽ ഞങ്ങൾ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഷാഫിയോട് ചോദിക്കുന്നുണ്ട്, നാട്ടിലുണ്ടോ അതോ ഈ പറഞ്ഞ പോലെ സിനിമയുടെ തിരക്കിലൊക്കെ പോകുന്നുണ്ടോ? അപ്പൊ ആ ഒരു ഒറ്റക്കൊമ്പൻ എന്ന് പറഞ്ഞ ചിത്രം എല്ലാരും കാണണം അല്ലേ? സീരിയലിൽ പോകുന്നുണ്ട്. ആണോ? സീരിയലിൽ പോയി, 3-4 സീരിയലിൽ പോയി. അഹല്യ സീരിയലിൽ പോയി. പിന്നെ വേറെ 2-3-4 സീരിയലിൽ ഉണ്ട്. ടീച്ചർമാരുടെ സീരിയലിൽ ഇപ്പൊ ഉണ്ട്. പിന്നെ വേറെ ഏതാ ടീച്ചറമ്മയുടെ സീരിയലിലും ഒറ്റക്കമ്മൻ സിനിമയില് ഇങ്ങനെയൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നു. പിന്നെ അയാള് സ്റ്റാറായി. ഇങ്ങനെയൊക്കെ ഉമ്മയ്ക്ക് ഒത്തിരി സന്തോഷമായി. എനിക്ക് ഒത്തിരി 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 സന്തോഷം. ഉമ്മ ആഗ്രഹിച്ചത് ശരിക്കും പറഞ്ഞ ഈ ആളുകളെല്ലാരും തകർക്കുന്നായിരുന്നു. പക്ഷെ അതിനൊക്കെ ഈ മകൻ ഇങ്ങനെ അതിജീവിച്ചു പോയി. അത് ഒത്തിരി സന്തോഷം. 2-3 ഘട്ടത്തിൽ മേളിലോട്ട് പോയി, താഴോട്ട് വന്ന് മേപ്പോട്ട് ഉയർത്തി വിട്ടു. പിന്നെ അവന്റെ ഇതുകൊണ്ട് ഒരു കഴിവ് കൊണ്ട് അങ്ങ് പോകുക. അതാ നമുക്കുള്ള സമയം എപ്പോഴാണെങ്കിലും വരും ഷാഫി. അതാണ് നമ്മളിപ്പോ ശരിക്കും. പക്ഷെ എല്ലാവരും പറയും, ഇപ്പൊ എല്ലാവർക്കും ഒരു വിധപ്പെട്ട ആൾക്കാർക്കൊക്കെ നല്ല സന്തോഷമാണ്. അപ്പൊ നമുക്ക് ഈ കളിയാക്കവരൊക്കെ കുഴപ്പമില്ല ഷാഫി, ഞങ്ങൾ നിന്നെ നല്ല രീതിയിൽ നീ ഇങ്ങനെ ആവും ഞങ്ങൾ വിചാരിച്ചില്ല. കൈയടിക്കുന്നു, പിന്നെ സപ്പോർട്ട് ചെയ്യുന്നു, പിന്നെ സേക്കാണ്ടി കൊടുക്കുന്നു, എല്ലാം കുഴപ്പമില്ല. കളിയാക്കിയവർക്കൊക്കെ തന്നെ കൈയടിപ്പിച്ചുകൊണ്ടാണ് നമ്മുടെ ഷാഫി മുന്നേറുന്നത്. അപ്പൊ ഷാഫിയുടെ കുഞ്ഞു കുഞ്ഞു ചെറിയ നമുക്ക് പെർഫോമൻസുകൾ കാണണ്ടേ? അപ്പൊ നമുക്ക് അതൊന്ന് കണ്ടിട്ട് ഓക്കെ. അപ്പൊ പത്തനാപുരം MLA ഗണേഷ് കുമാറിന്റെ മൺചിത്രത്താഴിലെ ഒരു സീനാണ്. പറഞ്ഞാണു മെനഞ്ഞാന് രാത്രിയില് നാനമ്മീന് എന്നോട് വന്ന നോക്കിയാ ഓർമ്മയില്ല. ഇനി മോഹൻലാൽ. മോഹൻമോനെ അതിമോഹമാണ്. അപ്പൊ കണ്ടല്ലോ, ഒരുപാട് കലയും അല്ലെങ്കിൽ കലയെ സ്നേഹിക്കുന്നതുമായിട്ടുള്ള നിരവധി ആളുകളുണ്ട്. അവർക്കൊക്കെ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഷാഫി ഭയങ്കര പ്രചോദനമാണ്. അവരൊക്കെ ശരിക്കും സമൂഹത്തിൽ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ വൈകല്യങ്ങളോ ശാരീരികമായ ബുദ്ധിമുട്ടുകളോ കൊണ്ടോ ഒക്കെ സങ്കടപ്പെടുന്നവരായിരിക്കും. ഒരുപാട് കഴിവ് എന്നാലുണ്ടായിരിക്കും. പക്ഷെ ആ കഴിവിനെ ലോകത്തിന് മുമ്പിൽ എത്തിക്കാൻ മറ്റൊന്നും തന്നെ നോക്കുന്നില്ല അല്ലേ ഷാഫി? ഇതല്ലേ ഏറ്റവും വലിയൊരു സന്ദേശം? ആണ് ഷാഫിയുടെ ലൈഫ് തന്നെയാണ് ഏറ്റവും വലിയ സന്ദേശം അല്ലേ ഉമ്മ? അപ്പൊ ഇതുപോലെയുള്ള ആളുകൾക്കൊക്കെ തന്നെ ഒരുപാട് പ്രചോദനമാകട്ടെ ഈ വീഡിയോ. ഒരാഗ്രഹം കൂടി ബാക്കിയുണ്ട്, മോഹൻലാലിനെ ഒന്ന് നേരിട്ട് കാണണം എന്നൊരാഗ്രഹമുണ്ട്. ഇപ്പൊ ഏതായാലും സുരേഷ് ഗോപിയുടെ സിനിമ വരെ എത്തി. അപ്പൊ ഏതായാലും ഞങ്ങൾ വൈകാതെ തന്നെ ലാലേട്ടനെ കാണുന്നതായിരിക്കും അല്ലേ? ആയിരിക്കും. അതിനൊരു അവസരം ഏതായാലും ഉണ്ടാകട്ടെ. ക്യാമറമാൻ അൻഷാദിനൊപ്പം ബിലുവൻ വിസ്മയാനീസ്.